സംഭവിക്കട്ടെ. പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ വിടുതൽ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. മാർഗരോഗങ്ങള്, വേദികള്, ജീവിത ദുരിതങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആണിപ്പഴുതുകളെ ഓർത്തുകൊണ്ട് അങ്ങയുടെ അവകാശമാകുന്ന തിരുസഭയോട് കണ്ണ തോന്നണമേ. മാർഗരോഗങ്ങള്, വ്യാധികള്, അസ്ഥിരോഗങ്ങള്, അസ്ഥിഉരുക്കങ്ങള്, കേൾക്കാൻ പാടാത്ത അവസ്ഥ, കണ്ണ് കാണാൻ പാടാത്ത അവസ്ഥകള് ഈശോ ഭാഷാപരത്തോടെ പോലെ ശ്രദ്ധിക്കട്ടെ, പെരുവെള്ളം പോലെ ശ്രദ്ധിക്കട്ടെ. പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചുമതുള്ളങ്കാൽ വരെ വളരട്ടെ. കരചരണങ്ങളെ ആണിപ്പഴുതുകളെ ആരാധിക്കുന്നു. അങ്ങയുടെ പാടുകളെ ആരാധിക്കുന്നതാണല്ലോ ശക്തികൾ വിടുതൽ പറഞ്ഞത്. കർത്താവേ, അപമാനത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ മുറിവേറ്റവരെ, ഞങ്ങൾക്കായി മൃത്യുവിടെ ചൂടിയവരെ, ഞങ്ങൾക്കായി തിരുവിലാവിൽ ഞങ്ങൾക്കായി ചമ്മട്ടടിയേറ്റവരെ കർത്താവിനത്തം പടരട്ടെ, കർത്താവിനത്തം പെയ്യട്ടെ, കർത്താവിനത്തം പെയ്യട്ടെ. ദേവേ, ദേവേ, ദേവിതാവേ, നിത്യപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധരക്തം പടരട്ടെ, വിശുദ്ധരക്തം പടരട്ടെ. മാർഗരോഗങ്ങള്, മാർഗരുകള്, നിരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുത്തെ അമ്മയായ പരിശുദ്ധ നാമത്തിൽ കർത്താവേ നടന്നിട്ടുള്ള ആരാധനയുടെ ശക്തിയാൽ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിന് നിരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, 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 യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവമേ, 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 നിത്യപിതാവേ, 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 ആത്മാവേ, റുഹാതമ്പുരാനേ, ദൈവമേ, നിത്യയുടെ ദൈവമേ, നിന്റെ ഉന്നതമായ നാമത്തിന് ഇപ്പൊ തന്നെ യേശുക്രിസ്തു നാമത്തിന് മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള്, ജീവിതദോഷങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ഹല്ലേലൂയ. സ്വർഗം
പുറപ്പാടിൻ്റെ പുസ്തകം 33:16. പുറപ്പാടിൻ്റെ പുസ്തകം 33-16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? എന്തൊരു വലിയ ദൈവജ്ഞാനമാണ് ഈ പുറപ്പാട് 33:16 എന്താ പറയണത്? പരിശുദ്ധാത്മാവിന്റെ വചനം എന്താ പറയണത്? അങ്ങ് പോരുന്നില്ലെങ്കിൽ പറഞ്ഞേ, അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങയുടെ ജനത്തിൽ സംപ്രീതനാണെന്ന് എങ്ങനെ അറിയും? ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാണെന്ന് അറിയാൻ ഒരു വചനം മാത്രമേ ഉള്ളൂ, ഒരു അടയാളം മാത്രമേ ഉള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാണെന്നറിയാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ ഉടമ്പടി പോലെ. ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ 38 കൊല്ലമായി. 38 വർഷത്തിനുള്ളിൽ എന്തുമാത്രമല്ല, വിദേശത്തും സ്വദേശത്തും നാട്ടിലും എല്ലാം എന്തുമാത്രം ആയിരക്കണക്കിന് ധ്യാനം നടത്തിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം മനുഷ്യരെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരെ കൗൺസിലിംഗ്, പ്രാർത്ഥന കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉടമ്പടി പോലെ സർവ്വജനങ്ങളും ഇപ്പം കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് നടന്ന മംഗളവാർത്തയിൽ ആദ്യം ദൈവം വെളിപ്പെടുത്തുന്ന സത്യം എന്താണ്? അവൻ്റെ നാമം സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പറഞ്ഞേ സകല ജനതകൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അത് തന്നെ മനസ്സിലാകും സകല ജനങ്ങൾക്ക്, നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, പിന്നെ ഫോർ ദ പീപ്പിൾ ടോട്ടാലിറ്റി, എല്ലാ ടോട്ടലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ആരും എവിടെ നിന്ന് വിളിക്കുമ്പോഴും, ഇപ്പം തന്നെ രാജീവ് സദാനന്ദൻ്റെ വിഷയം, അദ്ദേഹം ഈ മകളപ്രതിയാണല്ലോ വന്ന് ഉടമ്പടി എടുക്കണത് അല്ലേ? പണ്ട് നമ്മൾ 15:2 വായിച്ചില്ലേ യോഹന്നാൻ്റെ സുവിശേഷം? എന്താണ്? കൂടുതൽ സ്നേഹിക്കുന്നവനെ അല്ലെങ്കിൽ കൂടുതൽ ഫലം തരുന്നതിനെ, അത് കൂടുതൽ ഫലം തരുന്നതിനെ, അത് ദൈവത്തെ സ്നേഹിക്കുന്നതിനെ. സ്നേഹം ഒരു ബലമാണല്ലോ അല്ലേ? ഗലാത്യർ 5:22 നമ്മൾ വായിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ബലങ്ങൾ എല്ലാവർക്കും അറിയാം. സ്നേഹം. അപ്പോൾ സ്നേഹം എന്താണ്? ദൈവസ്നേഹം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ ദൈവസ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? ദൈവത്തിന് ഒന്നും മതി വരാത്ത ആളാണ്. എന്തുമാത്രം മതി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ദൈവ പൈതലെ അത് മിണ്ടാണ്ടിരിക്കുന്നതാണ് ഭേദം. കർത്താവ് പറഞ്ഞൊരു വാക്ക് എപ്പോഴും കൂടം പോലെ എൻ്റെ ചങ്കിനടിക്കും. എന്താ ഈശോ പറഞ്ഞത്? ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് പെർഫെക്റ്റ്. അതായത് നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെയും നിങ്ങളും പരിപൂർണരായിരിക്കും. അപ്പം മതി വരാത്ത ദൈവം. ദൈവത്തെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഭർത്താവിനെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും. ഭാര്യയെ സ്നേഹിച്ചാൽ ആ സ്നേഹം എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. മക്കളെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും. ദൈവത്തെ സ്നേഹിച്ചാൽ ഒരിടത്തും കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ദൈവം വീണ്ടും വീണ്ടും നിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ നോക്കും. എന്താ കാരണം അറിയാവോ? സ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് നിൻ്റെ കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് കൊണ്ട് മഹത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനാണ് നിത്യത എന്ന് പറയുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾ ദൈവ സ്നേഹം നമുക്ക് ഈ ഉൽപ്പത്തി 30 നിങ്ങൾക്ക് എൻ്റെ മക്കളെ അച്ഛൻ പറയണത് വെള്ളം ചേർക്കാത്ത കർത്താവിൻ്റെ മനസ്സാണ്, വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും വരുമ്പോൾ
നിങ്ങൾ ഓർക്ക് ഞാൻ ഓക്കെ ആണല്ലോ, എനിക്ക് ദൈവസ്നേഹമുണ്ടല്ലോ, ഞാൻ ഓക്കെ ആണല്ലോ, എനിക്ക് വിശ്വാസമുണ്ടല്ലോ. പക്ഷെ ദൈവം ഓക്കെ അല്ല. ദൈവം ഓക്കെ അല്ല. ദൈവം എന്താ പറയണത്? ദൈവം 15 വർക്കൗട്ട് ചെയ്യും. എന്താ പറയണത്? ഫലം തരുന്നതിന് കൂടുതൽ, ദൈവസ്നേഹം ഉള്ളതിന് കൂടുതൽ ദൈവസ്നേഹം ഉണ്ടാകാൻ വെട്ടി ഒരുക്കും. രാജീവ് സദാനന്ദന് എന്താ പറ്റിയത്? ജനിച്ച കുഞ്ഞ്, അവന് എന്ത് പറ്റി? അവന് വെട്ടി കിട്ടിയ പോലെയായിപ്പോയി. എന്താ കാര്യം? അവന് ഫിക്സാ, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴവനെന്ത് ചെയ്യും? അവന് ഉടമ്പടി എടുക്കാൻ ഒരു അവസരമായത്. അത്രയും നേരം അവന് കേവല ദൈവസ്നേഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പലർക്കും കേവല ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങളെ കേവല ദൈവസ്നേഹം ഉണ്ടായിട്ട് നിങ്ങൾ ഉടമ്പടിയിലേക്ക് ദൈവം വിളിക്കുമ്പോൾ ദൈവമാണ് വിളിക്കുന്നത്. ഉപരി ദൈവസ്നേഹത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിളിയാണ് നിന്നെ നിത്യതയ്ക്ക് തിരഞ്ഞെടുക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധിക്കട്ടെ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും എൻ്റെ ദൈവപൈതലേ, അതായത് നിൻ്റെ അനുദിന ജീവിതം ദൈവം ക്രമീകരിക്കും. തീർച്ചയായിട്ടും നിന്റെ അനുദിന ജീവിതം നീ വിചാരിക്കുന്നതിനേക്കാളും മനോഹരമായി ക്രമീകരിക്കും. പക്ഷെ നിനക്ക് ദൈവസ്നേഹം വളരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അത് നിനക്ക് നൽകാനുള്ള സൗകര്യവും സമയവും ഇതാണെങ്കിൽ ദൈവം ഇപ്പോഴേ വെട്ടത്തോളം നിന്നെ. നീ വിചാരിക്കരുത് വയസ്സായി കഴിയുമ്പോൾ ദൈവത്തെങ്കിലേക്ക് വരാമെന്ന്. ദൈവത്തിന് വേണ്ട. മനസ്സിലായില്ലേ? നീ വിചാരിക്കണം പലർക്കും സംഭവം. അതുകൊണ്ടാണ് യുവാവേ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, യുവാവേ നീ നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ ദൈവത്തെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് വെട്ടിമടിക്കാനാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? യുവാവേ, അതായത് നീ നിൻ്റെ മക്കളെ ചില പറയത്തില്ലേ, ചില ഈശോയോട് ഓരോരുത്തരും ഈശോ വിളിക്കുമ്പോൾ പറയും, ഞാൻ പെണ്ണ് കെട്ടി, എനിക്ക് ഭാര്യയെ നോക്കാൻ പോകണം, ഭർത്താവിനെ നോക്കാൻ പോകണം, ഞാൻ ഏറെ കാളകളെ വാങ്ങിച്ചു, എനിക്ക് ഉഴുത് നോക്കാൻ പോകണം എന്നൊക്കെ പറയത്തില്ലേ. നീ പോയി പെണ്ണ് നോക്കണമെന്ന് പറയും. നിന്നെ ആരും വിളിച്ചെന്ന് ചോദിക്കും. അങ്ങനെ സ്വന്തം എന്താ പോർട്ട്ഫോളിയോ ഉള്ള ആൾക്കാരെ ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങൾ ആ സ്വന്തം പോർട്ട്ഫോളിയോ ആവശ്യമുള്ള ആൾക്കാരില്ലേ, അവിടെ നിങ്ങൾ വരുമ്പോൾ തന്നെ അറിയാം. ചിലപ്പോൾ നക്കാപ്പിച്ച വല്ല അനുഗ്രഹങ്ങളൊക്കെ തന്ന് വിട്ടേച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. കാര്യം ഈ സാധനത്തെ കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് ദൈവത്തിന് അറിയാം. അതാണ് എൻ്റെ വിഷയം. അതാണ് അത് നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച്. കാര്യം നിത്യതയാണ്. ഈ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം എന്താണ്? കർത്താവ് എന്താ പറഞ്ഞത്? എന്നോട് കൂടെ സഹിക്കുന്നവർ എന്നോട് കൂടെ നേടും. എന്താ പറയുക? നിത്യതയെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിത്യതയ്ക്ക് വേണ്ടി നിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറയും. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചോണ്ടിരിക്കണം. ഞാനിങ്ങനെ അടച്ചടച്ച് തളർന്നിരിക്കും. പല കാര്യമുണ്ട്. എനിക്ക് കിട്ടിയ അസുഖം വരെ പല കാര്യമുണ്ട്. അതൊക്കെ മുഴുവനും തിണർത്ത് ആപ്പെടുന്ന അസുഖം ഈ ക്രിസ്മസിന് ദിവസം സംഭവിച്ചതാണ്. മുഴുവനും ഒരു കാര്യമില്ല. മുഴുവനും ചൊറിഞ്ഞ് പൊട്ടിപ്പഴുത്ത് ആകപ്പെടുകളായി. അപ്പോൾ എന്ത് സംഭവം? അതായത് നമ്മൾ ക്രിസ്മസിനേക്കാൾ വലുതാണ് നമുക്ക് ദൈവം. അതാണ് വിഷയം. അത് വെരി അതാണ് പ്രശ്നം. നമ്മൾ ക്രിസ്മസിന് വേണ്ടിയാണ്. നമുക്ക് പണിയുണ്ടാക്കല്ലേ കർത്താവേ, ഞങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകണേ, അപ്പം വെള്ളം അടിക്കല്ലേ, അമ്മ പ്രശ്നം ഉണ്ടാക്കല്ലേ. നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുന്നത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ്. ദൈവം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവ് കൂടുതൽ വെട്ടിയൊരുക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവേ ആരാധന.
ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അപ്പോൾ രാജീവ് ശിവാനന്ദൻ്റെ കുഞ്ഞിന് ഈ അസുഖം വന്നപ്പോൾ അവൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് കൊച്ചു സംസാരിക്കാത്തത് കൊണ്ട് മാത്രമില്ല, കുഞ്ഞിൻ്റെ കാലം ഒരു മുഴ വന്നു, അതാണ് പ്രശ്നം. അപ്പോൾ അതെന്തോ എങ്ങോട്ടാണ് ഈ മുഴ പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിച്ച് വന്നിട്ട് പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിത്തെല്ലാം വീട്ടിൽ കൊണ്ടുപോയിച്ചും പുള്ളിക്കാരൻ ഇവിടെ വരുമ്പോൾ അതായത് ദൈവത്തിൻ്റെ ഒരു അദ്ദേഹം പറയുന്നുണ്ടത്, ഇത് ഞാൻ ഇവിടെ വന്നു എന്ന് ഞാൻ പറയണില്ല, ദൈവം എന്നെ കൊണ്ടുവന്നു. കാര്യം ഇന്നൊരു മനുഷ്യന് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇടമാണിതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യന് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നല്ല രസമാണ്. അതായത് ഒരു മനുഷ്യന് ദൈവത്തെ അറിയുന്ന മനുഷ്യന് അന്വേഷിക്കുന്ന മനുഷ്യന് വരാൻ പറ്റിയ ഏറ്റവും ടോപ്പ് ടൈമാണ്, ടോപ്പ് പ്ലേസാണ് അത്. അദ്ദേഹത്തെ ഒന്ന് ഫീൽ ചെയ്ത്, അതായത് എന്നിട്ട് ഈ മനുഷ്യൻ കൊണ്ടുപോയി ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയി അപ്പൻ്റെയും കുഞ്ഞിൻ്റെയും, അപ്പനെയും മുഴയാണ്, അതിങ്ങനെ വീർത്തി വരിക കാലിൽ, കപ്പലിൽ നിന്ന് കിട്ടിയതാണ്. കപ്പലെ പാമ്പൊന്നുമില്ല. പിന്നെ ഇത് എവിടുന്ന് ആര് എന്നെ കടിച്ചെന്ന് അറിയാൻ പാടില്ല എന്ന് ഭാര്യ പറഞ്ഞു. നിങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇതുകൊണ്ട് കാണിക്കാനുള്ള പാട്ടി കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്ന് ഇവിടെ കാണിച്ച് എന്നിട്ട് കൊണ്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി അങ്ങേരുടെ ആ മുഴയും പെരട്ടി, കുഞ്ഞിന് വേറെ എന്താ അസുഖമാണ്, കുഞ്ഞിനെ മുഴയും പെരട്ടി. രാവിലെ എഴുതി നോക്കിയപ്പോൾ അങ്ങ് രണ്ടുപേരുടെ മുഴ അപ്രത്യക്ഷമായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടരൊക്കെ സംസാരിച്ചു, ഇപ്പം കുഞ്ഞ് എന്തൊക്കെ തിങ്ങി വരുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞ് സംസാരിക്കുമെന്ന് അമ്മ സംസാരിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹം പറയുന്നതിൻ്റെ അത് മുഴുവനും ഇങ്ങനെ ഒരു ദൈവ അനുഗ്രഹത്തിൻ്റെ ലെവലിനേക്കാൾ ഉപരി ദൈവത്തെ അനുഭവിക്കാൻ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ, അഭിമുഖീകരിക്കാൻ കഴിഞ്ഞതിൽ, ഒരു കൃത്യമായ ഒരു സ്ഥലത്ത് വന്ന് ദൈവത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിനൊരു സമയം കുറിച്ച് കിട്ടിയതിൽ ആ ജീവിതം കൊണ്ട് അദ്ദേഹം സന്തോഷിക്കുന്ന നമുക്ക് ആ സാക്ഷ്യത്തിൽ നിന്ന് അതിൻ്റെ ഒരു ഇലമർമ്മരം നമുക്ക് കേൾക്കാൻ പറ്റും. അദ്ദേഹം അങ്ങനെ സന്തോഷിച്ച് അത് പറയണത് മുഴുവനും, അദ്ദേഹത്തിൻ്റെ ടോക്ക് മുഴുവനും വളരെ ഹൃദ്യമായ അഭിഷേക സന്തോഷത്തിലാണത് പറയണതെല്ലാം. കാര്യം ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയും. അപ്പോഴെന്താണ് ഈ കൂടുതൽ ഫലം പുറപ്പെടുവിച്ച് ഈ മനുഷ്യൻ ആരും പഠിപ്പിക്കാതെ തന്നെ ദൈവം നേരിട്ട് പഠിപ്പിച്ച ആളാണ്. പക്ഷേ ദൈവത്തെ അത് മുതലാകാഞ്ഞത് കൊണ്ടാണ് ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്. ഉടമ്പടി എടുപ്പിച്ചപ്പോൾ തന്നെ അടയാളം കാണിച്ച്, ഉടമ്പടി എടുപ്പിച്ചതിനെ അടയാളം കാണിച്ചിട്ട് പിന്നെ രസമുണ്ട്. ഈ മനുഷ്യൻ്റെ മകൻ അതായത് വസ്കുലർ എന്നാ പരിപാടി, കാർഡിയോ വസ്കുലർ സർജറി പഠിക്കുകയാണ്. ജിഗ്മറിൻ്റെ മെഡിക്കൽ കോളേജ് പഠിക്കുകയാണ്. ഇന്ത്യയിലെ 2ാമത്തെ മെഡിക്കൽ കോളേജാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ ജിഗ്മറാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള സ്ഥാപനം. അപ്പോൾ അവിടെ കാർഡിയോ വസ്കുലർ സർജറിയൊക്കെ പഠിക്കുകയാണ്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ 2 അടയാളം കണ്ടപ്പോൾ ഇയാൾ ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് നമുക്ക് ഫീൽ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് എന്നാണ് എൻ്റെ അർത്ഥം. പ്രസൻസ് നമ്മൾ മറ്റ് വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. ഉടമ്പടി ചങ്കെക്കൊണ്ട് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് വ്യക്തികളും തമ്മിൽ ഇപ്പോഴും വ്യത്യാസമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. എന്തൊക്കെ ഇവിടെ കൊണ്ട് എഴുതിയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്, അത് ഞാനും അംഗീകരിക്കുന്നുണ്ട്. കാര്യം പേപ്പർ കയ്യിലുണ്ടല്ലോ. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അത് രജിസ്റ്റർ ആയിട്ടില്ല. ഉടമ്പടി രജിസ്റ്റർ ആയാൽ നമുക്കറിയാൻ പറ്റും, സാന്നിധ്യം ഫീൽ ചെയ്യും. വീട്ടിലെ ഉടമ്പടി രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഉടനെ സാന്നിധ്യം ഫീൽ ചെയ്യും. അപ്പോൾ ഈ രാജീവ് സദാനന്ദൻ പറയുന്നുണ്ട്, അതായത് ഇടി നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മകനും അയാൾക്കൊരു സുഗന്ധാഭിഷേകം തോന്നിയപ്പോൾ അയാൾ വൈഫിനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ? അവൻ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം മകൻ പറഞ്ഞ്, അപ്പാ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു വല്ലാത്ത സുഗന്ധം, നമുക്ക് കേൾക്കാത്തൊരു സുഗന്ധം. അപ്പോൾ അയാൾ പറഞ്ഞ് അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. പ്രസൻസാണ്, പ്രസൻസ്. ഈ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പ്രസൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ പറയണത്, പിന്നെ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ.
മറ്റ് വിത്തുകളിൽ നിന്ന് വ്യത്യസ്തമാകും. അതാണ് നമ്മൾ ഈ പുറപ്പാട് വായിച്ചത്. ഒന്ന് വായിച്ചേ, പുറപ്പാട് 33:16. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങയുടെ ജനത്തിൽ സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, പറഞ്ഞേ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അതാണ് പ്രശ്നം. ഈ നമ്മൾ വ്യത്യസ്തമാക്കണ എന്താണ്? പ്രസൻസാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ IELTS പറഞ്ഞുകൊണ്ട് കാറിക്കു നടക്കരുത്. പ്രസൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? അല്ല, നമ്മളേക്ക് വരുന്ന പ്രശ്നം നമ്മൾ ആ വിഷയത്തിലാണല്ലോ വരേണ്ടത്. മള കെട്ടിക്കണേ എടുത്തി ഒന്ന് ഉടമ്പടി എടുത്താൽ മള കെട്ടിക്കണേ. പിന്നെ അടുത്ത പ്രാവശ്യം ഉടമ്പെടുക്കും മാള പ്രസവിക്കണേ, തീർന്ന്. ഈ ചേടത്തിന് വിൽക്കാനും കാലപ്പഴം നടത്തിട്ട് അടിക്കാൻ സാധ്യതയുണ്ട് ദൈവം. കാര്യം എന്താണ്? ഇവർ വയറ്റിപ്പഴപ്പ് ക്രിസ്ത്യാനിയാണ്. ഇവർ ആ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ വേണ്ട, മള കെട്ടിച്ചാൽ മതി, മള പ്രസവിച്ചാൽ മതി. നാളെ ഇല്ലേക്ക് അതിന് കെട്ടിയെടുത്ത് ഉടമ്പെടുക്കേണ്ട കാര്യമില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ ആദ്യം ഇവിടെ ദൈവത്തെ അറിയുന്നതെന്ന് പറഞ്ഞാൽ പ്രസൻസ്. ഐ നീഡ് യുവർ പ്രസൻസ്. ഐ വാണ്ട് യു ഡിഫറെൻറ്റ്. ഐ വാണ്ട് ബി എ ഡിഫറെൻറ്റ് ഫാമിലി. ഐ ഡോണ്ട് ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. എന്താണ്? ഐ നീഡ് യുവർ പ്രസൻസ്. എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം, എനിക്ക് വ്യത്യസ്തമായിരിക്കണം. എല്ലാവരുടെയും ആഗ്രഹം അതാണല്ലോ. എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? എല്ലാവരും വ്യത്യസ്തമായിരിക്കാനല്ലേ. ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ യൂട്യൂബിലൊരു ഫോട്ടോ ഉണ്ട്. ഒരു ഓന്ത മുതൽ എന്തോ സംഭവമാണെന്ന് അറിയാൻ പാടില്ല. മുടി വെട്ടിയിട്ട് ഒരുത്തൻ്റെ തലയിൽ ഒരു ഓന്ത കയറി അരണ കയറി ഇരിക്കുകയാണ്. അരണ മുകളിലിരിക്കണ പോലെ മുടി വെട്ടി വെച്ചിരിക്കുകയാണ്. എന്തിനാ കാര്യം? കണ്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ വ്യത്യസ്തമാകാൻ നോക്കുകയാണ്. കണ്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ ചില ആൾക്കാർ ഷഡ് കാണിച്ചുകൊണ്ട് വ്യത്യസ്തരാകും. പെണ്ണുങ്ങളെ മോശമില്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ വെട്ടിക്കീറിയിട്ടിട്ട് വിൻഡോയൊക്കെ വെച്ച് വ്യത്യസ്തരാകും. മറ്റുള്ളവരുടെ മുമ്പിൽ വ്യത്യസ്തരാകും. ഇങ്ങനെ വ്യത്യസ്തരായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചുണങ്ങൊക്കെ വരും, ചൊറിയൊക്കെ വരും. ശരീരത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ജോസഫച്ചാണെങ്കിൽ പോലും പൊങ്ങുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ശരീരം ഇത്രയേ ഉള്ളൂ. ഇതിനകത്തൊക്കെ അധികം ഈ ശരീരം വെച്ച് അധികം അഭ്യാസം കാണിക്കരുത്. ദൈവത്തെ മറന്ന് ജീവിക്കരുത്. നിങ്ങൾക്ക് വ്യത്യസ്തരാകണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണത്? അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെന്നല്ലേ പറഞ്ഞേ? അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും, അല്ല നിന്റെ കോളേജിലുള്ള ആൾക്കാരെക്കാളല്ല, അല്ലെങ്കിൽ നിന്റെ കമ്പനിയിലുള്ള ആൾക്കാരെക്കാളല്ല. അവിടെ മുമ്പിൽ ആൾ കളിക്കാനാണല്ലോ നീ അഭ്യാസം കാണിക്കണത്. ദൈവത്തിന് ഒരു വലിയ ബ്രോഡർ പെർസ്പെക്റ്റീവാണുള്ളത്. അങ്ങ് ഞങ്ങളിവിടെ വരികയാണെങ്കിൽ പറഞ്ഞേ, ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. എല്ലാവരുടെയും കൂടെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. എന്താ അങ്ങ് ഏറ്റു പറഞ്ഞ അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. നമ്മളെ വ്യത്യസ്തരാക്കണ എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. രാജീവ് ശിവാനന്ദന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ വ്യത്യസ്തനാകാൻ പോകുകയാണ്. ഭൂമുഖത്തുള്ള എല്ലാവരേക്കാൾ വ്യത്യസ്തനാകാൻ പോകുകയാണ്. എന്താ സംഭവം എന്നറിയാവോ? ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെയുണ്ട്. അതിൻ്റെ എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? പിന്നെ വർക്ക് ചെയ്യണത് എന്താണ്? മെറിറ്റല്ല വർക്ക് ചെയ്യണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ ബട്ട് ബൈ പ്രസൻസ് എന്ന് നടത്താം. നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ചാൽ നിൻ്റെ യോഗ്യതയാലല്ല, ബട്ട് ബൈ ഗ്രേസ് കൃപയാലാണെങ്കിൽ അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ.
ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരവേൽ പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേൽ പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കരം ഉയർത്തിയടിച്ചുകൊണ്ട് കർത്താവിന്റെ കരവേൽ പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേൽ പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കൈകൾ വീശി പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംഖ്യ 14:24. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഖ്യ 14:24. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും പറഞ്ഞു, എന്നെ നിന്ദിച്ചവരാരും എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച
ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എൻ്റെ പൊന്നുമക്കളെ, ഇതാണ് ഉടമ്പടി ഇന്ന് വരെ വെളിപ്പെടുത്താത്ത ഏറ്റവും ടോപ്പ് റെവലേഷൻ. എത്രയാണിത്? സംഖ്യ 14:24. മനസ്സിൽ കുറിച്ചിട്ട് സംഖ്യ 14:24. ഒന്ന് ഏറ്റു പറഞ്ഞ ആ വചനം. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. വീണ്ടും പറയാനുണ്ട്, വ്യത്യസ്തമാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? കലേബിനെ നയിച്ച ചൈതന്യം പണ്ട് മോശയോട് പറഞ്ഞില്ലേ? മോശയോട് എന്താ പറഞ്ഞത്? അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുന്നെങ്കിലേ ഞങ്ങൾ ഭൂമുഖത്തുള്ള എല്ലാ ജനതയെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. അപ്പോൾ പ്രസൻസാണ്. ഈ പ്രസൻസ് ആരുടെ കൂടെ ഉണ്ട്? കലേബിൻ്റെ കൂടെ ഉണ്ട്. കാലേബ് ആരാണ്? കാനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ മോശസ് അയച്ച 2 പേരുടെ കൂട്ടത്തിൽ ജോഷുവയുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് കാലേബ്. കാലേബിൻ്റെ കൂടെ വേറെ 3 പേരുണ്ട്. അവന്മാർ ഇതുപോലെ ഒറ്റുനോക്കാൻ പോയതാണ്. ഇവർ കീഴടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ നേരത്തെ പോയി അവിടെ എത്ര പട്ടാളമുണ്ട്, ആ ദേശം കോട്ട കെട്ടി ഭദ്രമാണോ, അവർക്ക് കാലാളപ്പട എന്തുമാത്രം ഉണ്ട്, കുതിരപ്പട എന്തുമാത്രം ഉണ്ട്, ഇതെങ്ങനെ ഒറ്റുനോക്കിയ ഉദ്ദേശം ഇതാണ്. അവിടെ വയലെങ്ങനെ ഉണ്ട്, അവിടെ മുന്തിരിത്തോട്ടങ്ങൾ എങ്ങനെ ഉണ്ട്, ഒലിത്തോട്ടങ്ങൾ എങ്ങനെയുണ്ട്, ഇതൊക്കെ വന്ന് ഇവിടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയണം. അതിനാണ് ഒറ്റുനോക്കാൻ പോണത്. അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യത്തെ 3 പേര് അവിടെ ചെന്നപ്പോൾ തന്നെ പണിയായി. കാര്യം ഹെബ്രോണിൽ പണ്ട് താമസിച്ചിരുന്ന അനാർക്കിൻ്റെ മല്ലന്മാർ, ഭൂമിയിലെ മല്ലന്മാരുണ്ട്. 8 അടിയൊക്കെ ഉള്ള ഗോലിയാത്ത് ടൈപ്പ് പാർട്ടിയുണ്ട് ഫിലിസ്തീൻസിൻ്റെ. അതുപോലെ അണ്ണന്മാരവിടെ കണ്ട്. അപ്പം തന്നെ ഇവന്മാരുടെ മുട്ടും കൈയും കാലും ഒക്കെ വിറക്കാൻ തുടങ്ങി. ഈ വലിയ ആൾക്കാരുടെ മസിൽ കണ്ടപ്പോൾ പേടിച്ചു 3 പേര് ആദ്യമേ തന്നെ 4 കാലേവിന് ഓടി നാട്ടിലെത്തിയിട്ട് പറഞ്ഞ് നമുക്കൊക്കെ കൊണ്ട് പറ്റത്തില്ല, അവന്മാർ എലി അപ്പം തിന്നണ പോലും നമ്മളെ തിന്നു കളയെന്ന് പറയും. മോസസ് മിണ്ടിയില്ല. വേറെ 2 പേരെ വിട്ടിട്ടുണ്ടല്ലോ. അരുവി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ 2 പേരെ വിട്ടിട്ടുണ്ട്. എല്ലാവരും ഉടമ്പെടുത്തിട്ട് കാര്യമില്ല. അരുവി ഡിഫറെൻ്റ് ആകണം. അരുവി ഡിഫറെൻ്റ് ആയ വേറെ 2 പേരെ വിട്ടിട്ടുണ്ട്. കാലേബിനെ വിട്ടിട്ടുണ്ട്. കാലേബ് വരട്ടെന്ന് പറയും. കാലേബും ജോഷുവും കൂടെ വന്നിട്ട് കാലേബ് പറയും അവന്മാർ മല്ലന്മാരാണ്, പക്ഷേ നമ്മുടെ കർത്താവ് അവരെ നമുക്ക് ഏൽപ്പിച്ചു തരും. കൈയിടിച്ച് അത്ഭുതമായി ഒരുമിച്ച് പാടുക. ദൈവ പൈതലെ, നിയോഗങ്ങളോട് കാലേബിൻ്റെ സമീപനമാണ് നല്ലത്. ഇവിടെ നിയോഗം എന്താ? കാനാൻ ദേശം ഒറ്റുനോക്കുക, അത് അസസ്മെൻ്റ് ചെയ്യുക, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ആൾക്കാരെന്താ പറയണത്? നടക്കാത്ത കാര്യമാണ്, അവന്മാർ നമ്മളെക്കാൾ മല്ലന്മാരാണ്. അവിടെ നിന്ന് പറിച്ച മുന്തിരി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, 80 കിലോ ഉണ്ടെന്ന്. ഒറ്റ മുന്തിരി തൻ്റെ തൂക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് 80 കിലോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ. അത്രയും വല്ലന്മാരാണ്. അത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്തതാണ്. നിയോഗം, അതാണ് നിയോഗം എന്ന് പറയുന്നത് ഉടമ്പടിയിലാണ്. ഇവിടെ നിയോഗം എന്താണ്? കാനാൻ ദേശം കീഴടക്കുക എന്നുള്ളതാണ് നിയോഗം. നീ എഴുതി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ എത്ര നിയോഗമുണ്ട്? 6 നിയോഗങ്ങളുണ്ട്. അതാണ് നിൻ്റെ കാനാൻ ദേശം. നീ എത്ര നിയോഗം നീ എഴുതിയിട്ടുണ്ട്? 6. അതാണ് നിൻ്റെ കാനാൻ ദേശം. ആ കാനാൻ ദേശത്തെക്കുറിച്ച് കലേബ് പറഞ്ഞ പോലെ നീ പറയണം, ഈ 6ഉം എൻ്റെ കർത്താവ് എനിക്ക് ഏൽപ്പിച്ചു തരും. ശ്രദ്ധിക്കട്ടെ.
കോൺഫിഡൻസ് ഉണ്ടാവണം. കലേബിൻ്റെ കോൺഫിഡൻസ്, കലേബിൻ്റെ ആത്മവിശ്വാസം എന്താണ്? അവന്മാരെത്ര മലന്മാരായാലും എൻ്റെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവാണ്. ഞാൻ 6 നിയോഗം എഴുതിയിട്ടുണ്ടെങ്കിൽ 6ന് 60 എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തരും. അതാണ് കലേബിൻ്റെ സമീപനം എന്ന് പറയുന്നത്. എന്താ കാര്യം? അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. റീഡ് ഇറ്റ് ഔട്ട്. ആരാധന. സംഖ്യ 14:24. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. എന്താണ് അവനെ നയിച്ച ചൈതന്യം? ദൈവത്തിൻ്റെ പ്രസൻസ് എവിടെ ആരിലാണോ ഉള്ളത് അവനാണ് വ്യത്യസ്തൻ. കലേബിൽ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. കാരണം ദൈവത്തിന് നയിച്ച ചൈതന്യം അത് വ്യത്യസ്തമാണ്. എന്താ കാര്യം? വിശ്വാസം വ്യത്യസ്തമാണ്, മറ്റുള്ളവരെ പോലെ അല്ല. ചില ആൾക്കാർ വിചാരിക്കും 4 എഴുതിയിട്ടുണ്ട്, 2 കിട്ടിയാൽ മതിയായിരുന്നു. ചില ആൾക്കാർ ഇങ്ങനെ എഴുതുന്നത്, വാദപ്പനിക്കാർ ചത്തിട്ട് എഴുന്നേറ്റ് വന്ന ആൾക്കാരെ പോലെ എഴുതിയേക്കും 4 എഴുതിയിട്ടുണ്ട്, 2 മാതാ തന്നാൽ മതിയായിരുന്നു. അപ്പോൾ അവർക്ക് വിശ്വാസമില്ല. മാതാവിൽ എഴുതിയപ്പോൾ തന്നെ വിശ്വാസമില്ല. അപ്പോൾ കലേബിൻ്റെ മറ്റേ കക്ഷികളായിട്ട് വരും ഈ സംഭവം. നിങ്ങളൊരു കാര്യം ചെയ്യുക, അതായത് നിങ്ങൾക്കിത് ആവശ്യമാണ്, പക്ഷേ ഇത് കിട്ടിയാലും നീ നിത്യത കളയത്തില്ല. നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്നറിയാമോ? നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇപ്പം തന്നെ ഈ രാജീവ് ശിവാനന്ദൻ്റെ സംഭവം എന്താണ്? ഈ ഉടമ്പടി കഴിഞ്ഞ പിറ്റേ ആഴ്ചയിൽ ഈ ജിഗ്മർ കോളേജിൽ ഒരു അമേരിക്കൻ ടീം വന്നു, മെഡിക്കൽ ടീം അമേരിക്കൻ മെഡിക്കൽ ടീം വന്നപ്പോൾ അവരെന്തിനാണ് വന്നത്? അവിടെ ഇൻസ്ട്രുമെൻ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവന് എൻ്റെ ഇടയ്ക്ക് ഈ രാജീവ് സദാനന്ദൻ്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ട്. അവനുമായിട്ട് എൻ്റെ ഇൻട്രാക്ഷൻ എന്തോ സംസാരിക്കാൻ ഇടയായപ്പോൾ അമേരിക്കൻ മെഡിക്കൽ ടീമിൻ്റെ ഹെഡ് ഇവനോട് ചോദിച്ചേ, അവിടെ അടുത്ത പ്രിൻസിപ്പളിനോട് ചോദിച്ചേ, ആ പയ്യൻസ് ഇവിടുത്തെ സ്റ്റുഡൻ്റാണോ അതോ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവൻ 3rd ഇയർ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു. 3rd ഇയർ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു. 3 കൊല്ലം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളെന്ന് പറഞ്ഞു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ രാജീവ് ശിവാനന്ദൻ്റെ മകന് ഒരു അമേരിക്കൻ കോൾ വന്നു, ഞങ്ങളുടെ ഇന്ത്യയിലെ ഹെഡ് നിന്നെ വിളിക്കും കുറച്ച് കഴിയുമ്പോൾ. ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് ഉടനെ അധികം ചോദിച്ചില്ല, ഒരു സ്യൂം ഇൻ്റർവ്യൂ നടത്തി ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, നീ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ലോങ് ലീവ് എടുക്കാൻ പോകുന്നോ അത് ഞങ്ങളുടെ കമ്പനി ചേർന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ കമ്പനി ചേർന്ന ആളെ പറഞ്ഞു. അമേരിക്കൻ കമ്പനിയിലാണെന്ന് ഓർത്തിറങ്ങാം. ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ മെഡിക്കൽ ഫീൽഡിൽ, നമുക്കറിയാം ബിടെക്കുകാർക്ക് മാത്രമേ, എൻജിനീയേഴ്സിനൊക്കെ മാത്രമേ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉള്ളൂ, മെഡിക്കൽ ഫീൽഡിലില്ല. ഒരു മെഡിക്കൽ ഫീൽഡിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ അസാധ്യമാണ്. അതിൻ്റെ മെറിറ്റിലുള്ളതല്ല. പക്ഷേ ഉടമ്പെടുക്കുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ്, വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. അങ്ങനെ ഞങ്ങളിവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ ഭൂമുഖത്തുള്ള മനുഷ്യരെക്കാൾ ഉപരി ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. കണ്ടോ, അതൊക്കെ അവരെയും കൊണ്ട് അവർ പോയി. എന്ത് സംഭവം? അവൻ ഇന്ന് അമേരിക്കയിൽ വലിയ ഇതിനേക്കാൾ അവൻ്റെ ഇത് പൂർത്തിയാക്കിയിട്ട് അവൻ അമേരിക്കൻ കമ്പനിയിൽ ഇപ്പം തന്നെ അവന് ജോലിയായി. കാര്യം എന്താ? ഒരു ടെൻഷനുമില്ല. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതായത് ആ സാക്ഷ്യം വീണ്ടും നിങ്ങൾ കേൾക്കണം. രാജീവ് ശിവാനന്ദൻ്റെ സാക്ഷ്യം വീണ്ടും നിങ്ങൾ കേൾക്കണം. എന്നിട്ട് എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവിക കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്, സാക്ഷ്യം എങ്ങനെയാണ് പറയേണ്ടത്, ദൈവത്തെ എങ്ങനെയാണ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എല്ലാം ആ സാക്ഷ്യത്തിലുണ്ട്. അവരത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇവിടെ നിന്നെ കുറച്ച് പ്രാർത്ഥിക്കും. ആര് പറഞ്ഞു കൊടുത്തിട്ടാണ്? ഏതച്ഛനെ കണ്ടിട്ടാണ്? ഏത് മെത്താറെ കണ്ടിട്ടാണ്? തന്നെത്താൻ ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ. എന്നിട്ട് ഉടമ്പടി എടുത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എത്രയോ മനുഷ്യർക്ക് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വിടുന്നുണ്ട് ആ സാക്ഷ്യത്തിൻ്റെ കൂടെ. അതായത് എല്ലാവരും ദൈവത്തെ അറിയണം, എല്ലാവരും ദൈവസ്നേഹത്തിൻ്റെ പരിധിയിലാകണമെന്നൊക്കെ പറഞ്ഞ് ആന്തരികമായി അഭിഷേകം കിട്ടിയ ഒരു മനുഷ്യൻ്റെ സാക്ഷ്യങ്ങളാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹിക്കാൻ ഉടമ്പടിയിലൂടെ ആന്തരിക അഭിഷേകം പ്രാപിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉടനടി പരിഹാരമേകും ഉടമ്പടി
ജീവിതം ധന്യമായി തീർന്നിടും. എല്ലാവരും മുട്ടേ നിൽക്കുക. ജീവിത ദുരിതങ്ങൾക്ക് അതുപോലെ തന്നെ ദൈവിക ശാസ്ത്ര പ്രാർത്ഥന ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. ഇപ്പോഴതുകൊണ്ട് മൗനമായിട്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിൽ ഇവിടെയുള്ളവരും പുതിയ വർഷം തന്നതിന് നന്ദി പറയണം. ഒരു വർഷം മുഴുവൻ നമ്മൾ ജീവിച്ച് വിശ്വാസത്തിൽ വളർത്തി നമ്മളിവിടം വരെ എത്തിച്ചു. ഇന്ന് തീർത്ഥാടനത്തിലിരിക്കുന്നവരെ ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേയിലിരിക്കുകയാണ്. അത് കർത്താവിൻ്റെ ദർശനം ഇരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. കൈ അടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരാൻ പോകുന്ന പുതിയ വർഷത്തെ കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്നതും വലിയ കാര്യമാണ്. ശ്രദ്ധിക്കട്ടെ, കൈ അടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മൗനമായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കാര്യങ്ങൾക്ക് നന്ദി പറയുക. മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായി ഭൂമിയിൽ വ്യത്യസ്തരായി ഈശോയെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.
ആവേ മരിയ ആവേ 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 മരിയ